നമസ്കാരം. മെൻ്റലിസ്റ്റ് നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു വാചകമായിരിക്കും. മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ട് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മജീഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എതിരെ നിൽക്കുന്ന ആളുടെ ഉള്ളറിയുക എന്ന് പറയും. അതായത് അയാളുടെ എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സിലെന്തോ അത് അയാളുടെ മുഖം നോക്കി അല്ലെങ്കിൽ ഭാവവ്യത്യാസങ്ങൾ നോക്കി ഗ്രഹിച്ചെടുക്കുന്ന ഒരു എക്സ്പേർട്ട് പേഴ്സണെയാണ് മെൻ്റലിസ്റ്റ് എന്ന് പറയുക. ആ പ്രോസസ്സിനെ മെൻ്റലിസം എന്ന് പറയും. മലയാള സിനിമയിൽ അത്ര മെൻ്റലിസ്റ്റ് കഥാപാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരിക പ്രേതം സിനിമയിൽ ജോൺ ഡോൺ ബോസ്കോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജയസൂര്യ ആയിരിക്കും. എന്നാൽ ഈ ക്യാരക്ടറിനെ, അതായത് ഇത്തരം കഴിവുള്ള ഒരു ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സീരീസ് ഉണ്ട്. 2008 സെപ്റ്റംബർ 23 മുതൽ ഫെബ്രുവരി 18, 2015 വരെ CBS എന്ന അമേരിക്കൻ നെറ്റ്വർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത സീരീസ് ആയിരുന്നു ദ മെൻ്റലിസ്റ്റ്. ബ്രൂണോ ഹെല്ലർ ക്രിയേറ്റ് ചെയ്ത ദ മെൻ്റലിസ്റ്റ് എന്ന സീരീസിൻ്റെ ഒരു രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ കാലിഫോർണിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, ആ പോലീസ് ഫോഴ്സിന് വേണ്ടിയിട്ട് മെൻ്റലിസ്റ്റായ പാട്രിക് ജെയിൻ എന്ന കഥാപാത്രം സഹായത്തിനെത്തുകയും ഓരോ ക്രൈം കേസ് അയാളുടെ ബ്രില്യൻസോടുകൂടി അയാളുടെ മെൻ്റലിസം പവറിലൂടെ തെളിയിക്കുന്നിടത്താണ് കഥ വികസിക്കുന്നത്. ഓരോ എപ്പിസോഡും വ്യത്യസ്തമായ ക്രിമിനൽ കേസുകൾ പാട്രിക് ജെയിൻ്റെ സഹായത്തോടെ തെരേസ ലിസ്ബൺ എന്ന കുറ്റാന്വേഷണ കഥാപാത്രവും അവരുടെ കൂടെയുള്ള കിംബാൾച്ചോ, ഗ്രേസ് വാൻപെൽറ്റ്, വെയിൻ റിക്സ്ബി എന്നീ കഥാപാത്രങ്ങളും സഹായത്തിനായിട്ടുണ്ട്. ഇങ്ങനെ ഈ ടീമിനോടൊപ്പം ഒരു മെൻ്റലിസ്റ്റ് ആയിരുന്ന പാട്രിക് ജെയിൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളതും ഇവർ നേരിടുന്ന കേസുകളിൽ പരസ്പരം സഹായിക്കുന്നതെങ്ങനെയും ഇവർ തമ്മിലുള്ള ഒരു ക്യാരക്ടർ കെമിസ്ട്രിയും എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നതും എന്നതാണ് ഈ സീരീസ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. 7 സീസണുകളിൽ നിന്നായി ആകെ മൊത്തം 129 എപ്പിസോഡുകൾ ഈ സീരീസിനുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ 2 സീസൺ 23 എപ്പിസോഡും പിന്നത്തെ 2 സീസൺ 24 എപ്പിസോഡും പിന്നത്തെ 2 സീസൺ, അതായത് 5ാമത്തെ 6ാമത്തെ സീസണിൽ 22 എപ്പിസോഡും അവസാന സീസൺ 13 എപ്പിസോഡുമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒരുവിധം വെറൈറ്റി കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്ന ഏതൊരു സീരീസിനും ലഭിക്കുന്ന സ്വീകാര്യത ഇതിന് ലഭിച്ചത് കൊണ്ടാണ് 7 സീസണോളം ഈ സീരീസിന് എത്താൻ സാധിച്ചത്. എന്നാൽ എല്ലാ സീരീസിനും ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു സാച്ചുറേഷൻ ലെവൽ എത്തുന്ന പോലെ, ഒരു കഥയ്ക്കുണ്ടാകുന്ന മടുപ്പ് പോലെ ഈ സീരീസും നേരിട്ടു. അങ്ങനെ സീസൺ 7 പകുതിക്ക് വെച്ച് തന്നെ അവർക്ക് നിർത്തേണ്ടി വന്നു. യഥാർത്ഥത്തിൽ സീസൺ 6 നിർത്താനായിരുന്നു ചാനലിന്റെ നിർദ്ദേശമെങ്കിലും ക്രിയേറ്ററായ ബ്രൂണോയുടെ അഭ്യർത്ഥന പ്രകാരം സീസൺ 7 13 എപ്പിസോഡ് വരെ നിജപ്പെടുത്തിയതിനു ശേഷം കൃത്യമായൊരു എൻഡിങ് ഓരോ കഥാപാത്രത്തിനും കൊടുത്തുകൊണ്ടാണ് സീരീസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു ക്യാരക്ടർ രീതിയിലേക്ക് വരുമ്പോൾ പാട്രിക് ജെയിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. കാരണം ഓരോ ക്രിമിനൽ കേസുകൾ, അതായത് CBIയിലേക്ക് വരുന്ന ഓരോ കേസുകൾ ഇവർ സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേഴ്സണലി ആ കഥാപാത്രം നേരിട്ട ഒരു ട്രാജഡി കൂടി ഈ സീരീസിൽ പറയുന്നുണ്ട്. പാട്രിക് ജെയിൻ CBI സംഘടനയോടൊപ്പം ജോയിൻ ചെയ്യും മുമ്പ് ടിവിയിലും മറ്റും ആത്മാക്കളായിട്ട് സംസാരിക്കാൻ തനിക്ക് കഴിവുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സൈക്കിക്കായിട്ടാണ് അവതരിക്കുന്നത്. അത്തരത്തിലൊരു ബാക്ക് സ്റ്റോറി ആ കഥാപാത്രത്തിനുണ്ട്. അങ്ങനെ ഇരിക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കാലത്ത് അവരുടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു സീരിയൽ കില്ലറെ അയാൾ വെല്ലുവിളിക്കുകയും അയാളെ വില കുറച്ച് കാണുകയും ചെയ്യുന്നിടത്ത് അതിൻ പ്രകാരം ആ സീരിയൽ കില്ലർ അയാളുടെ ഭാര്യയെയും മകളെയും കൊല്ലുന്നിടത്താണ് പാട്രിക് ജെയിൻ എന്ന കഥാപാത്രം പിന്നീട് വേറൊരു തലത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. റെഡ് ജോൺ എന്ന പേരിലുള്ള സീരിയൽ കില്ലറാണ് സീരീസിലെ മുഖ്യ വില്ലനായിട്ട് വരുന്നത്. 1-2 എപ്പിസോഡിൽ റെഡ് ജോണിനെ കാണിക്കുന്ന ഒഴിച്ചാൽ ബാക്കി എല്ലാ എപ്പിസോഡിലും അവിടെയും ഇവിടെയുമായി ചില റെഫറൻസിലൂടെ മാത്രമാണ് അയാൾ എത്രത്തോളം പാട്രിക് ജെയിനിനെ മാനസികമായി തളർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് ഷോ ഡൗൺ സീരീസിൽ നമുക്കധികം കാണാൻ സാധിക്കില്ല. ഈ കഥാപാത്രം ആദ്യമായിട്ട് തന്നെ ഇവർ തമ്മിൽ ഫേസ് ഓഫ് ചെയ്യുന്നത് തന്നെ സീസൺ 6 8ാമത്തെ എപ്പിസോഡിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡിനും ഓരോ പേരുകളാണ്. അതിൽ തന്നെ റെഡ് ജോൺ സീസൺ 6 എപ്പിസോഡ് 8 റെഡ് ജോൺ എന്ന എപ്പിസോഡ് വരും വരെ സീരീസിലെ മറ്റ് എല്ലാ എപ്പിസോഡുകളും റെഡിനായിട്ട് സാദൃശ്യമുള്ള പല വാക്കുകളിലൂടെയാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. സ്കാർലറ്റ്, ക്രിംസൺ, വൈബ്രന്റ്, റൂബി എന്ന രീതിയിൽ റെഡായിട്ട് സാദൃശ്യമുള്ള ഏതൊക്കെ പേരുകളുണ്ടോ അത് അങ്ങനത്തെ എല്ലാ വാക്കുകളും 1-2 എപ്പിസോഡിൽ ഒഴികെ ബാക്കി എല്ലാ എപ്പിസോഡുകളിലും ടൈറ്റിൽ റെഡായിട്ട് ചുവപ്പായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് സീസൺ 7 എപ്പിസോഡ് 13 അവസാനിക്കും വരെ ഓരോ എപ്പിസോഡിൻ്റെയും ഉപയോഗിച്ചിരിക്കുന്ന നെയിം, അതായത് പേരുകൾ നീലയും വെള്ളയായിട്ട് രീതിയിലുള്ള പാട്രിക് ജെയിൻ ഇനി അങ്ങോട്ടൊരു റിഡംഷൻ, അയാൾ തൻ്റെ ഭൂതകാലം മറന്ന് ഇനി ഭാവിയിലേക്ക് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കാണിക്കുന്ന പോലെയാണ് ഓരോ ടൈറ്റിലും നൽകിയിരിക്കുന്നത്. ഒരു പാട്രിക് ജെയിൻ്റെ ക്യാരക്ടർ ബാക്ക് ഡ്രോപ്പിന് വേണ്ടി റെഡ് ജോൺ ഉപയോഗിച്ചു, അയാളുടെ ട്രോമ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡും ഓരോ കേസുകളാണ്. ഇതിൽ തന്നെ 6ാമത്തെ സീസണിലും 5ാമത്തെ സീസണിലൊക്കെ ചില ക്യാരക്ടേഴ്സ് റെക്കറിംഗ് ആയിട്ട് ഒരു കേസിൽ വരുന്ന ക്യാരക്ടേഴ്സ് പിന്നെയും വരുന്നു. ചില കണക്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എപ്പിസോഡ് മിസ്സായി അടുത്ത എപ്പിസോഡ് കണക്ഷൻ പോകുന്നുള്ള രീതിയിൽ കാര്യമായിട്ടില്ല. സോ
ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇനിയിപ്പോൾ ഈ സ്പോയിലർ വന്നാൽ പോലും കാഴ്ചയിൽ ഒരു വിരസത ഉണ്ടാവില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ സീരിയൽ ഡ്രാമകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേക്ക് ഉണ്ട്. അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ ആൾക്കാർക്കും മടുക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഫേസ് ചെയ്തത് ആദ്യത്തെ 1, 2, 3 സീസൺ വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയപ്പോൾ പിന്നെ ഓരോ എപ്പിസോഡും കഴിയും തോറും പാട്രിക് ജെയിൻ, അതായത് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മിസ്സിങ് അല്ലെങ്കിൽ മുമ്പ് നടന്നൊരു ക്രൈം തെളിയിക്കുക, അതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ, ഒരു കോമൺ പാറ്റേൺ. അതിൻ്റെ അവസാനം എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെക്കാട്ടും വേഗത്തിൽ തൻ്റെ ടീമിനെക്കാട്ടും വേഗത്തിൽ പാട്രിക് ജെയിൻ കേസ് തെളിയിക്കുന്നു. അതാണ് രീതി. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളിത് കണ്ട് ശീലിച്ചതുകൊണ്ട് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ തുടങ്ങും. പാട്രിക് ജെയിനായിട്ട് മുമ്പ് ഇയാളായിരിക്കും ഈ എപ്പിസോഡിലെ വില്ലൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്ത് തുടങ്ങും. അത്തരത്തിലൊരു സാച്ചുറേഷൻ ലെവൽ ഇതിനുണ്ടോ എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സീരീസ് അത്യാവശ്യം നല്ല രീതിയിൽ വാച്ചബിൾ ആണ്. ത്രില്ലർ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ മെന്റലിസം രീതിയിൽ പറയുമ്പോൾ കാണുന്ന ഒരു ഭംഗിയും ഈ സീരീസിനുണ്ട്. സീസൺ 6 7ാമത്തെയും 8ാമത്തെ എപ്പിസോഡായിരുന്നു മെന്റലിസ്റ്റ് സീരീസിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തൽ എന്ന് പറയുന്ന പോലെ തന്നെ അതിനുശേഷമുള്ള ഓരോ എപ്പിസോഡും പിന്നെ പലർക്കും ഡ്രാഗിങ് ആയി. കാരണം റെഡ് ജോൺ എന്ന എപ്പിസോഡിന് ശേഷം സീസൺ 6 8ാമത്തെ എപ്പിസോഡിന് ശേഷം CBI എന്ന ഓർഗനൈസേഷൻ, അതായത് പാട്രിക് ജെയിൻ നമുക്ക് പ്രിയപ്പെട്ട ഈ കഥാപാത്രങ്ങളെ എങ്ങനെ പരിചയപ്പെട്ടോ ആ ഓർഗനൈസേഷൻ ഷട്ട് ഡൗൺ ചെയ്യുകയും അതിൽ തന്നെ 2 ക്യാരക്ടേഴ്സായ വെയിൻ റിക്സ്ബിയും ഗ്രേസ് വാൻ പെൽട്ടും കല്യാണം കഴിച്ച് സ്വന്തമായ ഒരു ജീവിതം നയിക്കാൻ പോകുന്നിടത്തും സീസൺ 6 എപ്പിസോഡ് 15 കൂടി ഇവർ ആ സീരീസിൽ നിന്ന് ഈ 2 കഥാപാത്രങ്ങൾ ആ സീരീസിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. സോ ഏകദേശം അത്രയും എപ്പിസോഡുകൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി കണ്ടിട്ട് പെട്ടെന്ന് 2 പേര് പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു എംപ്റ്റിനെസ്, അത് ഇതിലുമുണ്ട്. അതിനുശേഷം പിന്നെ ഓരോ കഥയും ഇതെങ്ങനെ ചെന്ന് അവസാനിപ്പിക്കണം എന്ന രീതിയിൽ ഒരു കൺഫ്യൂഷനുള്ള പോലെ തോന്നും. ആക്ച്വലി അവർ FBI അതായത് CBI എന്ന ഓർഗനൈസേഷൻ FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള അമേരിക്കയുടെ ടോപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പാട്രിക് ജെയിനും തെരേസ ലിസ്ബനും കിംബൽ ചോയും എത്തിപ്പെടുകയാണ്. CBIയുടെ പേരിൽ കാണിച്ച അതേ സംഭവം കുറച്ചും കൂടി വലിയ രീതിയിൽ കാണിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൈൻഡ് ഓഫ് ഒരു ഫോർമാറ്റ് ഫോളോ അപ്പ് ആണ്, റിപ്പീറ്റേഷൻ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ സീരീസ് പതുക്കെ താഴേക്ക് പോകാൻ തുടങ്ങി. അതോടുകൂടി CBS എന്ന ടെലികാസ്റ്റിംഗ് ഈ സീരീസ് ടെലികാസ്റ്റ് ചെയ്തിരുന്നവർ സീസൺ 6 എപ്പിസോഡ് 23 22 അതിൻ്റെ ഫൈനൽ എപ്പിസോഡോടുകൂടി നിർത്താം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂണോ ഹെല്ലറിൻ്റെ അഭ്യർത്ഥന പ്രകാരം എപ്പിസോഡ് 13 സീസൺ 7 എപ്പിസോഡ് 13 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയും തെരേസ ലിസ്ബൺ, പാട്രിക് ജെയിൻ എന്നിവർക്കൊക്കെ നല്ലൊരു സെൻഡ് ഓഫ് നൽകിയിട്ടാണ് ആ സീരീസ് അവസാനിക്കുന്നത്. ഈ സീസൺ 6 കൂടി അവസാനിപ്പിക്കണം എന്നൊരു ഡെഡ് ലൈൻ വരികയും പിന്നീട് റിക്വസ്റ്റ് കൊണ്ടുള്ള ഒരു സഡൻ എത്രയും പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യിക്കണം എന്നൊരു ഡെഡ് ലൈൻ തനിക്ക് ലഭിച്ചത് കൊണ്ട് ബ്രൂണോ ഹെല്ലർ ചില മാറ്റങ്ങൾ മെന്റലിസ്റ്റിന് അവസാന ഘട്ടത്തിൽ വരുത്തേണ്ടി വന്നു. കാരണം CBIയിൽ നിന്ന് FBI പാട്രിക് ജെയിനും ടീമും ട്രാൻസ്ഫർ ആയതിനു ശേഷം അവിടെ ഒരു പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്, ഏജന്റ് കിം ഫിഷർ. ആദ്യം ഏജന്റ് കിം ഫിഷറും പാട്രിക് ജെയിനും തെരേസ ലിസ്ബനും തമ്മിൽ ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറിയിൽ സീസൺ 8 വരെ പോകാൻ പ്ലാൻ ചെയ്തതായിട്ട് പലയിടത്തായിട്ട് പറയുന്നുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ക്രിയേറ്റർക്കും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം പലയിടത്തും പറയുന്നുണ്ട് ക്രിയേറ്റർക്ക് ഇവർ തമ്മിലൊരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, വർക്ക് സ്പേസിലുള്ള ഒരു ലവ് സ്റ്റോറി കോൺഫ്ലിക്റ്റ് കാണിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന പ്ലാനിലായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡെഡ് ലൈൻ ഇഷ്യൂവും സീരീസിൻ്റെ റേറ്റിംഗ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടും ആ കഥാപാത്രത്തിലുള്ള ട്രയാങ്കുലർ ലവ് സ്റ്റോറി പെട്ടെന്ന് തന്നെ ഹഷപ്പ് ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീസൺ 7 ഒരു എപ്പിസോഡിൽ പെട്ടെന്ന് കിം ഫിഷറിനെ കാണാണ്ടാവുകയാണ്. അതൊരു ട്രാൻസ്ഫർ ആയി പോയി അങ്ങനെ പറഞ്ഞിട്ട് ഒരു ആക്ച്വലി നമുക്ക് വിസിബിൾ ആണ്, ഒരു പെട്ടെന്ന് വെട്ടിക്കളഞ്ഞൊരു ഫീല് നല്ലോണം കിട്ടും. എന്നാൽ ബാക്കിയുള്ള ഒരുവിധം ക്യാരക്ടർ ആക്ട്സ് എല്ലാം ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് സീരീസ് അവസാനിപ്പിച്ചത്. സ്റ്റിൽ വലിയൊരു ഓർഗനൈസേഷൻ, ഈ റെഡ് ജോൺ എന്ന് പറയുന്ന പാട്രിക് ജെയിനിൻ്റെ മെയിൻ നെമസിസ്, ഷെർലക് ഹോംസിന് നെമസിസ് പ്രൊഫസർ മോറിയാർട്ടി പോലെ ഒരു ക്യാരക്ടർ പോലെയാണ് പാട്രിക് ജെയിനിൻ്റെ ഓപ്പോസിറ്റ് റെഡ് ജോൺ വരുന്നത്. ഈ റെഡ് ജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ വലിയൊരു ബ്ലേക്ക് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ ആളാണെന്നും ഇത്തരത്തിൽ ഈ സ്ലീപ്പർ സെൽസ് ഒക്കെ പോലെ വലിയ ലെവലിൽ നിന്ന് തൊട്ട് താഴെയുള്ള ലെവലിൽ വരെ പല പ്രമുഖന്മാരടക്കം ഒരുപാട് ആളുകൾ ഇനിയും ഈ സൊസൈറ്റിയെ നശിപ്പിക്കാൻ സീരിയൽ കില്ലറായും മാഫിയകളായും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു റിവീലേഷൻ സീസൺ 7 ആയിട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അബ്രപ്റ്റ് നിർത്തി വന്നിട്ടുണ്ടായിരിക്കാം. ഈ ബ്ലേക്ക് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലൂസൻസ് ഓപ്പണാക്കി വെച്ചിട്ട് തന്നെയാണ് ആ സീരീസ് നിർത്തിയത്. ആക്ച്വലി ആ സീരീസിന് ഒരു കഥാപരമായ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാതെ പാട്രിക് ജെയിൻ അതൊന്നും ചെയ്യാതെ റിട്ടയർ ലൈഫിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാക്കിയാണ് അവസാനിപ്പിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ലഭ്യമാണ്.
സോ ഇനിയും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ത്രില്ലർ സീരീസാണ് ദ മെന്റലിസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാറ്റങ്ങൾ വരുത്താനുള്ള എന്തെങ്കിലും വിഷയങ്ങളെ പറ്റി സജഷൻസ് തരാണെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക.